ഓർമ്മയുണ്ടോ? ആന്തൂർ സാജനെ ഓർമ്മയുണ്ടോ? ഇവർ പറയുമല്ലോ സഖാവ് പുഷ്പനെ ഓർമ്മയുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇവർ കാരണം ജീവൻ നഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. എൻ്റെ കാര്യം എടുക്കാം. എൻ്റെ ഡിവിഷനിൽ എറണാകുളം സൗത്തിൽ ഞാൻ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നപ്പോൾ ഓരോ കോടി രൂപ പ്രതിവർഷം ഹഡ്കോ CSR ഫണ്ടിൽ നിന്ന് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ സ്ഥാപനങ്ങൾ പണിയുവാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞു. ഇത് BJP കൗൺസിലറും തരുന്നതല്ല, ഈ ഡിവിഷനിലെ ആളുകൾക്ക് വേണ്ടി തരുന്നതാണ്. ആദ്യത്തെ 1 കോടി രൂപ തന്നെ 3 കൊല്ലം കൊണ്ടാണ് ഇവർ കംപ്ലീറ്റ് ചെയ്തത്. ആ ബിൽഡിങ്ങിന് സാങ്ഷൻ തരില്ല എന്ന് പറഞ്ഞ് CPM ഭരിക്കുന്ന അനിൽകുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മേയറും സംസ്ഥാന കമ്മിറ്റി അംഗം, മേയറുടെ പാർട്ടിയുടെ, ഞാനും സംസ്ഥാന കമ്മിറ്റി അംഗം, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ. ഞങ്ങൾ മാസത്തിലൊരിക്കൽ കൂടും, നിങ്ങളെപ്പോൾ കൂടും? അതെന്തോ ആയിക്കോട്ടെ, ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. വച്ച് നീട്ടി കൊണ്ടുപോയി അവിടുന്ന് വന്നിരിക്കുന്ന 1 കോടി രൂപ സാങ്ഷൻ തീരുമെന്ന ഘട്ടത്തിൽ ഒറ്റയാൾ പട്ടാളം പോലെ അവിടെ ഇരുന്ന് ഞാൻ സമരം ചെയ്യുകയാണ് കോർപ്പറേഷന് മുമ്പിൽ. ആ സമയത്ത് എനിക്ക് തല ഇങ്ങനെ വല്ലാണ്ട് എൻ്റെ പുറകിൽ എന്തോ പോലെ വരുന്ന പോലെ തോന്നി. ഞാൻ വേഗം തന്നെ കുറച്ച് നേരം ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നി വല്ലാത്തൊരു അവസ്ഥ. വീണ ജോർജിൻ്റെ പോലെ അഭിനയം എല്ലാവരോടും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. മെഡിക്കൽ ട്രസ്റ്റിൽ വന്ന് അഡ്മിറ്റായി. അപ്പോൾ ഹെമറേജ് പോലെ വന്നിട്ടുണ്ടോ സംശയം. പിന്നെ അവർ പറഞ്ഞു ചെറുതായിട്ടാണ്, പുറകിൽ ഇതിൽ നിന്നാണ് ബ്ലീഡിങ് വരുന്നത്, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന്. ഇറ്റ് ഗോട്ട് അബ്സോർബ്ഡ്. അപ്പോൾ ഒരു മനുഷ്യൻ സ്വന്തം ആയിട്ട് ദുബായിൽ പോയി മണലാരണ്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാശ് ഇവിടെ വരുന്നു കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റേഴ്സ് വരുന്നു. 100 കോടി രൂപ, 200 കോടി രൂപ. ലോകത്തിൽ ഒരിടത്തും ഇതുപോലെ നിക്ഷേപ സൗഹാർദ്ദ സംസ്ഥാനമില്ല, നമ്പർ 1 എന്ന് പറയുന്ന ആ സംസ്ഥാനത്തിൽ കുറേ പേർക്ക് ജോലി കിട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹം കൊണ്ടുവന്ന് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത്, ഈ ശ്യാമള എന്ന് പറയുന്ന അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ പറയുകയാണ്, ഞാൻ ഭരണത്തിലിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ബിൽഡിങ്ങിന് സാങ്ഷൻ കിട്ടുമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അവർ വേറിട്ട് പോകാൻ നോക്കിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നമാക്കി മാറ്റി. ഇവരുടെ തീവ്രത അളക്കുന്ന കമ്മിറ്റി ചേർന്നിട്ടോ ഇത് തീവ്രമല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെ തന്നെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലൊരു മാന്യ വ്യക്തിക്ക് സഹതാപം തോന്നി പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെ TV-യിട്ട് ചാമ്പിക്കൊണ്ടിരിക്കുക. എൻ്റെ അല്ല, എൻ്റെ മകൻ്റെ അല്ല, എൻ്റെ അമ്മയുടെ അല്ല, എൻ്റെ ചേച്ചിയുടെ അല്ല, ഞങ്ങൾക്ക് ആർക്കും ബന്ധമില്ലാത്ത സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഹഡ്കോ CSR ഫണ്ടിൽ നിന്ന് വന്ന ഒരു കെട്ടിടത്തിനെ ബ്ലോക്ക് ചെയ്യാൻ എത്രമാത്രം ഇവർ ദുഷ്ടതാപരമായിട്ട് പെരുമാറി എന്നുള്ളതിൻ്റെ ഉത്തമ സാക്ഷിയാണ് ഞാൻ. 1 കോടി രൂപ. ഒരു അങ്കണവാടി ഉണ്ടായിരുന്നില്ല എൻ്റെ മെയിൻ ഡിവിഷനാണ്. അങ്കണവാടിയില്ല, ADS ഹാളില്ല, പകൽ വീടില്ല, അൾസൈമേഴ്സ് ഹോമില്ല, പൊതുജനാരോഗ്യ കേന്ദ്രമില്ല, ഒന്നും വേണ്ട. പൈസ അവർ തരാമെന്ന് അതൊന്ന് കൈനീട്ടി മേടിച്ചുകൂടെ? കൈനീട്ടുകൊണ്ട് വേണമെന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതി. ഇത്രയ്ക്ക് ധാർഷ്ട്യതയുള്ളൊരു പാർട്ടി ഇവിടെ മറ്റൊരു പാർട്ടിയില്ല. ജനങ്ങളെ അവർ ജനപ്രതിനിധികളോട് ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ സാധാരണ ജനങ്ങളോട് എന്തായിരിക്കും? ശ്രീ സാജൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഇവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഇനിയും ഒരു മരണം ഉണ്ടാവാതിരിക്കട്ടെ.